നമസ്കാരം. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും മാർ ബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ മേളയ്ക്ക് ആരംഭം കുറിച്ചുകൊണ്ട് നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം പേറുന്ന വെള്ളാർമല സ്കൂളിന് പുതുജീവൻ നൽകുകയാണ് ഫുട്ബോൾ മേളയുടെ ലക്ഷ്യം. കോഴിപ്പള്ളി മുനിസിപ്പൽ പാർക്ക് ജംഗ്ഷനിൽ കോതമംഗലം MLA ആന്റണി ജോൺ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഈ ഒരു പരിപാടിയെ സംബന്ധിച്ച് ഇവിടെ ആമുഖമായി ബഹുമാനപ്പെട്ട വികാരി അച്ഛനും സ്പോർട്സ് അക്കാദമിയുടെ ചെയർമാനും നമ്മുടെ മുനിസിപ്പൽ ചെയർമാനും എല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തെയാണ് വയനാട്ടിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദുരന്തത്തിൻ്റെ അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലും കാര്യക്ഷമമായും നടത്തണമെന്നാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത്. അത് പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണയോടുകൂടി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള സഹായങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒക്കെയുള്ള ഒരുപാട് സുമനസ്സുകൾ, വ്യക്തികളും സംഘടനകളും കൂട്ടായ്മകളും എല്ലാം ആ പ്രവർത്തനത്തോട് സഹകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി മുഖ്യാതിഥിയായിരുന്നു. സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ, സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി, സ്കൂൾ ബോർഡ് അംഗങ്ങൾ, പ്രിൻസിപ്പാൾ റവർ ഫാദർ PO പൗലോസ്, ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, കായിക അധ്യാപിക ഷിബി മാത്യു, മാനേജിംഗ് ബോർഡ് മെമ്പർമാരായ കുര്യാക്കോസ് പുലാനിക്കാട്, മാത്യു കുന്നശ്ശേരി, ജോസ് ചുണ്ടേക്കാട്ട് എന്നിവരും കായിക താരങ്ങളും പരിപാടിയിൽ പങ്കാളികളായി.